ഭൂമിയിൽ ശത്രുക്കളുടെ രാജ്യത്തേക്കുള്ള നുഴഞ്ഞുകയറ്റം കൂടാതെ അങ്ങ് ബഹിരാകാശത്തേക്ക് കൂടി ഇപ്പോൾ കടന്നുകയറ്റം ആരംഭിച്ചിരിക്കുകയാണ് ചൈന. ചൈനയുടെ രഹസ്യ ബഹിരാകാശ പേടകം ഭ്രമണപഥത്തിലേക്ക് അജ്ഞാത വസ്തുവിനെ പുറന്തള്ളുന്നതായി റിപ്പോർട്ട്. അതായത് ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്ന് 372 മൈൽ ഉയരത്തിൽ നിഗൂഢ വസ്തുവിനെ ചൈന തുറന്നു വിട്ടിരിക്കുന്നു എന്നതാണ് റിപ്പോർട്ട്. ഈ റിപ്പോർട്ടുമായി ഇപ്പോൾ മുന്നോട്ടെത്തിയിരിക്കുന്നത് അമേരിക്കൻ ബഹിരാകാശ സേനയാണ്. സേന ഇതിനെ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റിയിലെ ജ്യോതിശാസ്ത്രജ്ഞനായ ജോനാഥൻ മക്ഡോവൽ മെയ് 24-നാണ് ആദ്യമായി ഈ നിഗൂഢ വസ്തുവിനെ കാണുന്നത്. അദ്ദേഹം പറയുന്നത് ഇതൊരു പക്ഷേ ഒരു ഉപഗ്രഹ വിന്യാസമാകാം, അല്ലെങ്കിൽ ബഹിരാകാശ ദൗത്യം പൂർത്തിയാക്കി ഹാർഡ്വെയർ തിരികെ ഭൂമിയിലേക്ക് എത്തുന്നതുമാകാം. കാനഡയിലെ കൊളംബോയിലെ ഗ്രൗണ്ട് സ്റ്റേഷനെയാണ് വസ്തു ലക്ഷ്യം വയ്ക്കുന്നതെന്നാണ് വാനനിരീക്ഷകനായ സ്കോട്ടി ലില്ലി പറയുന്നത്. ഒപ്റ്റിക്കൽ ബാൻഡ് ബഹിരാകാശ നിരീക്ഷണത്തിൽ വൈദഗ്ധ്യമുള്ള സ്വിറ്റ്സർലൻഡിലെ ഗ്രൂപ്പ് അംഗമാണ് ടില്ലി. ഡിസംബർ 15-ന് ചൈന ഒരു ചൈനീസ് പേടകം വിക്ഷേപിച്ചിരുന്നു. അന്നു മുതൽ ആ പേടകത്തെ നിരീക്ഷിച്ചു വരികയാണ്. ചൈനീസ് മിത്തോളജിക്കൽ സ്പിരിറ്റ് ഡ്രാഗണിന്റെ ഷെൻലോങ് എന്ന് പേരിട്ടിരിക്കുന്ന പേടകം ഈ കഴിഞ്ഞ ഡിസംബറിലാണ് വിക്ഷേപിച്ചത്. ഇതിനു പിന്നാലെ നിരവധി വസ്തുക്കളാണ് ഭ്രമണപഥത്തിലേക്ക് പേടകത്തിൽ നിന്ന് പുറന്തള്ളുന്നത്. ചൈനീസ് ബഹിരാകാശ പേടകത്തിന്റെ പ്രവൃത്തികൾ അമേരിക്ക നാളുകളായി നിരീക്ഷിക്കുന്നുമുണ്ട്. ബഹിരാകാശ യുദ്ധത്തിന് വരെ ചൈന പദ്ധതി ഇടുന്നുണ്ട് എന്നാണ് നാസ മേധാവി സൂചിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിന് ചൈന നൽകുന്ന വിശദീകരണമാകട്ടെ ബഹിരാകാശം സമാധാനപരമായി ഉപയോഗിക്കുന്നത് ലക്ഷ്യമിട്ടാണ് വിക്ഷേപണങ്ങൾ നടത്തുന്നത് എന്നാണ്. അതുപോലെ തന്നെ ഇതിന്റെ ദൗത്യം അവസാനിക്കുന്നതോടെ ബഹിരാകാശ പേടകത്തെ സുരക്ഷിതമായി തിരികെ എത്തിക്കും എന്നും ചൈന പറയുന്നുണ്ട്. എന്നാൽ അതിനുശേഷം മറ്റു വിവരങ്ങൾ മറച്ചു വെക്കുകയാണ് ചൈന ഇപ്പോൾ. ഇത് സൂക്ഷിക്കണമെന്ന മുന്നറിയിപ്പാണ് അമേരിക്ക ഇപ്പോൾ നൽകുന്നത്. 3 ഹൈ എക്സ്പാൻഷൻ എഞ്ചിനുകളാൽ സജ്ജീകരിച്ചിരിക്കുന്ന ഒരൊറ്റ ലംബ സ്റ്റെബിലൈസർ ഉള്ള ഒരു ഡെൽറ്റ ചിറകുള്ള ബഹിരാകാശ വിമാനമാണ് ചൈനയുടെ ഷെൻലോങ്. 2020 സെപ്റ്റംബർ 4-ന് ചൈന ജിയുക്വാൻ സാറ്റലൈറ്റ് ലോഞ്ച് സെന്ററിൽ നിന്ന് ഒരു ലോങ് മാർച്ച് റോക്കറ്റിന്റെ രഹസ്യ വിക്ഷേപണം നടത്തിയിരുന്നു. അത് ചൈനയുടെ ഷെൻലോങ്ങിന്റെ ഒരു പതിപ്പാണെന്നാണ് വിശ്വസിക്കുന്നത്. ഷെൻലോങ് പോലെയുള്ള പേലോഡുകൾ വിക്ഷേപിക്കുന്നതിന് ലോങ് മാർച്ച് 2F/G പേലോഡ് ഉൾക്കൊള്ളുന്നതിന് 3600 മീറ്റർ വിസ്തീർണമുള്ള 4 കപ്പലുകൾ അതിന്റെ ഫെയറിംഗിൽ ചേർക്കേണ്ടതുണ്ട്. ഈ രഹസ്യ പേടകത്തിന്റെ വിക്ഷേപണത്തിന് ശേഷം ഇത് നോക്കിയപ്പോൾ 3600 മീറ്റർ വിസ്തീർണമുള്ള 4 കപ്പലുകൾ അതിന്റെ ഫെയറിംഗിൽ ചേർത്തതായിട്ടാണ് കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് ഇത് പേടകം എന്ന ഊഹാപോഹത്തിന് കാരണമായത്. 2022 ഓഗസ്റ്റ് 4-ന് ഈ പേടകം രണ്ടാമതും വിക്ഷേപിച്ചിരുന്നു. അത് 276 ദിവസത്തെ ഭ്രമണപഥത്തിന് ശേഷം 2023 മെയ് 8-ന് ഭൂമിയിൽ തിരിച്ചെത്തി. അതിനുശേഷം 2023 ഡിസംബർ 14-ന് ഈ പേടകം ഇപ്പോൾ മൂന്നാമതായും വിക്ഷേപിച്ചിരിക്കുകയാണ്. ഇതിന്റെ ആദ്യത്തെ വിക്ഷേപണവും അതിന്റെ ദൗത്യം എന്ന് പറയുന്നത് 2 ദിവസം മാത്രമാണ് നീണ്ടുനിന്നത്. എന്നാൽ രണ്ടാമത്തെ വിക്ഷേപണം എന്ന് പറയുന്നത് 276 ദിവസമാണ് നീണ്ടുനിന്നത്. അങ്ങനെ 2023 ഡിസംബർ 14-ന് ചൈന മൂന്നാമതായും ഈ പേടകം വിക്ഷേപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ പേടകത്തിൽ നിന്നാണ് അജ്ഞാത വസ്തുക്കൾ പുറന്തള്ളുന്നതായ നിർണായകമായ വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ചൈന ഈ പേടകത്തിന്റെ വിക്ഷേപണം രഹസ്യമാക്കി വെച്ചിരിക്കുന്നത്? എന്തായിരിക്കും ചൈനയുടെ ലക്ഷ്യം? ഒരു ബഹിരാകാശ യുദ്ധത്തിനും ബഹിരാകാശത്തെ ആധിപത്യം ഉറപ്പിക്കാനുമുള്ള തയ്യാറെടുപ്പിലായിരിക്കുമോ ചൈന? ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.